നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സിറ്റിയിലെ പല സന്ദർഭത്തിൽ ഇതുപോലെ ഉള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് വിഴുങ്ങിയ ഒരിക്കലും ഒരു മാല വിഴുങ്ങി, ചെറിയൊരു മാല വിഴുങ്ങി അയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നിർത്തി 3-4 ദിവസം എടുത്തു. അയാളെ ക്ലോസറ്റിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റിൽ, അന്ന് ഇന്ത്യൻ ക്ലോസറ്റാണ്, അവിടെ ബാത്റൂമിൽ കൊണ്ടുപോകില്ല. അയാളെ ഓപ്പൺ എയറായിട്ട് ആ പത്മനാഭ വിശ്വാസത്തിന്റെ പരിസരത്തുള്ള ആ KSRTC ബസ്സിന്റെ അവിടെ ഓപ്പൺ എയറിലാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. 3-4 പോലീസുകാർ ചുറ്റും നിൽക്കും. ഓപ്പൺ എയർ കാര്യങ്ങൾ സാധിക്കും. എന്നിട്ട് അവർ ആ മലം പരിശോധിച്ച് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. 3-4 ദിവസം പാവങ്ങൾ നോക്കി സാധനം കണ്ടെടുത്തു എന്നുള്ളതാണ്. തൊണ്ടി അങ്ങനെ കിട്ടി വയറ്റിനകത്തുനിന്ന്. അതുകൊണ്ടാണ് പകുതിവാസിലും അതുപോലെ തന്നെ ഒരു സംഭവമാണ് ആ സിനിമയിലായിട്ട് നറേറ്റ് ചെയ്തു വരുന്നത്. എന്തായാലും 6-7 കോടി രൂപയുടെ വിലയുള്ള കമ്മല്, 2 ജോഡി കമ്മല് വിഴുങ്ങിയ ആളെ അയാൾ ബാസ്കറ്റ്ബോൾ പ്ലെയറാന്ന് പറഞ്ഞ ഓർലാൻഡോ മാജിക് ക്ലബിലെ അംഗത്തിനെ ഏതായാലും അറസ്റ്റ് ചെയ്ത് തൊണ്ടി സാധനം കസ്റ്റഡിയിലെടുത്ത് അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു.